സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. വഴിയായ വഴിയെല്ലാം ഓടിത്തളർന്നു ഞാൻ വഴിമുട്ടി തിരുനടയിൽ വന്നു നിൽക്കേ. വഴിയായ വഴിയെല്ലാം ഓടിത്തളർന്നു ഞാൻ വഴിമുട്ടി തിരുനടയിൽ വന്നു നിൽക്കേ. മാറോടണച്ചും വാരിപ്പുണർന്നും മാറോടണച്ചും വാരിപ്പുണർന്നും വഴികാട്ടിയാകുമമ്മേ മുല്ലയ്ക്കലമ്മേ ശരണം. ശ്രീരാജരാജേശ്വരി ശരണം മുല്ലയ്ക്കലമ്മേ ശരണം. ശ്രീരാജരാജേശ്വരി ശരണം ശരണം തരണം ശരണം. സുഹൃത്തുക്കളെ, 42ാമത് അഖില ഭാരത ഭാഗവത സത്രവേദിയിൽ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കൊപ്പം വന്നിരിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഭഗവാന്റെ അപാരമായ കാരുണ്യമാണ്. എനിക്ക് മുൻപേ ആചാര്യൻ സംസാരിച്ച് വെച്ചത് അതുകൊണ്ടാണ്. അഹങ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് സുതലത്തേക്ക് ആ മഹാബലിയെ എത്തിപ്പെടുത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ള വലിയ കൃത്യമാണ് സത്യത്തിൽ ഭഗവാൻ നിർവഹിച്ചത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊപ്പം ഇവിടെ വന്ന് ഈ സത്രവേദിയിൽ മാരൻകുളങ്ങര അമ്മമാരുടെ മടിത്തട്ടിൽ വന്നിങ്ങനെ ഇരിക്കുവാൻ കഴിഞ്ഞത് വലിയ പുണ്യമായി കരുതുന്നു. തീർച്ചയായിട്ടും അതിന് ഈ സത്ര സംഘാടക സമിതി അഖില ഭാരത ഭാഗവത സത്ര സമിതിക്ക് വളരെ നിർണായകമായ ഒരു സന്നിധിയിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഈ അധികം വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത ഇത്തരം പരിപാടികളൊന്നും തന്നെ അധികം നടന്നിട്ടില്ലാത്ത കലവൂരിൽ അത് ഏറ്റെടുത്ത് വളരെ ധൈര്യത്തോടു കൂടി ഇത്തരത്തിലൊരു വലിയ പരിപാടി 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ഏറ്റെടുത്ത് അതിനുവേണ്ടതെല്ലാം നിർവഹിച്ച ഈ മാരൻകുളങ്ങര ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ PS ശ്രീകുമാർ അവർകൾ അടക്കം ശ്രീ ജനറൽ കൺവീനർ ശ്രീ KK ഗോപകുമാർ തുടങ്ങി അതിൻ്റെ ഭാരവാഹികൾ അമ്മമാർ കുറേ ദിവസങ്ങളായി അമ്മമാർ കാട്ടുന്ന വലിയ പ്രവർത്തനമുണ്ട്, കഠിനാധ്വാനമുണ്ട്. 16,008 ഗോപികമാരെ സംഘടിപ്പിക്കാൻ അടക്കം ചെയ്ത വലിയ പ്രവർത്തനങ്ങളെ നമ്മൾ ചെറുതായി കാണുക. തീർച്ചയായും എല്ലാവരെയും ഭഗവാൻ പറയുന്നത് എന്നെ നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഭക്തശ്രേഷ്ഠരെ എൻ്റെ മക്കളെ നമിക്കുന്നതാണ്. ആ ഭഗവാന്റെ മുന്നിൽ മനസ്സാ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇവിടെ ഈശ്വരസ്വരൂപികളായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിൻ്റെ സംഘാടകർക്ക്, സത്രസമിതി ഭാരവാഹികൾക്ക്, അതിൻ്റെ എല്ലാമായ നാരായണസ്വാമി അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് മത്സ്യ അവതാരമാണ്. മത്സ്യാവതാരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാഗവതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങൾ ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഭാഗവതം എന്താണ്? ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തനി സ്വരൂപമാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാന് മുന്നിലില്ലല്ലോ എന്ന് കരുതേണ്ടതില്ല. ഭാഗവതം കയ്യിൽ കൊണ്ട് നടന്നാൽ മതി. അപ്പോൾ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിലിരിക്കുന്നത് പോലെ, ഭഗവാൻ അടുത്തുള്ളത് പോലെ, സഹവസിക്കുന്നത് പോലെ, ഉപവസിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ആ ഭാഗവതത്തെ ശരിക്കും ഭഗവാന്റെ 12 അവയവങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് 12 സ്കന്ധങ്ങളാണ്. പ്രഥമമായിട്ട് പാദം മുതൽ ശരിക്കും ബ്രഹ്മരന്ധ്രം വരെ, ശിരസ് വരെ, ബ്രഹ്മരന്ധ്രം വരെ 12 അവയവങ്ങളായി ഭാഗവതത്തിൻ്റെ ഭാഗങ്ങളെ കാണുന്നു. അതിനെ സ്കന്ധങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് രാമായണം പാരായണം ചെയ്യുന്നവരാണ് അല്ലേ? രാമായണത്തിൽ നമ്മൾ കാണ്ഡങ്ങൾ, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, യുദ്ധകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, ഇങ്ങനെ എന്താ പറയേണ്ട, സുന്ദരകാന്ഡം എന്നൊക്കെ പറഞ്ഞ് കാണ്ഡങ്ങളിലൂടെ അറിയപ്പെടുന്ന പോലെ മഹാഭാരതത്തിൽ പർവ്വങ്ങളിലൂടെയാണ്, 18 പർവ്വങ്ങളിലൂടെ അറിയപ്പെടുന്നത് പോലെ ഭാഗവതം 12 സ്കന്ധങ്ങളിലൂടെ അറിയപ്പെടുന്നു. അപ്പോൾ അത് ഭഗവാന്റെ അവയവങ്ങൾ തന്നെയാണ്. ഓരോ സ്കന്ധം വായിക്കുമ്പോഴും അത് ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ അവയവമാണ്. ഇവിടെ നമ്മൾ അഷ്ടമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അഷ്ടമസ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ കണ്ഠമാണ്, കണ്ഠത്തിൻ്റെ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പുരാണം, ഭാഗവതം ഒരു പുരാണമാണ്. പുരാണം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ളത് മുത്തശ്ശിയുടെ പഴംപുരാണമാണ് കൂടുതൽ നമുക്ക് പരിചയമുള്ളത്. ഈ പഴംപുരാണം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ എന്ന് വീട്ടിലുള്ള പ്രായമുള്ളവർ പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഈ പുരാണം എന്ന് പറയുന്നത് പുരാനവം ആണ് പുരാണം, പുരാഭാവമാണ് പുരാണം. കാരണം ഇത് 2025 നോക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ആ ഭാഗവതം എന്ന് പറയുന്നത് ഇന്ന് നോക്കുമ്പോൾ അത് 2025 പാഠപുസ്തകമായി മാറുന്നു എന്നുള്ളതാണ്. 2500 അത് 2500 പാഠപുസ്തകമായി മാറും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലമായിട്ടും ഒരേ പാഠപുസ്തകം ഒരു ക്ലാസ്സിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. LKG ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ UKG പഠിച്ചിട്ടില്ല, 1ാം ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, 9ൽ പഠിച്ചത് 10ലും പഠിച്ചിട്ടില്ല. പക്ഷേ 42 വർഷമായി ഒരേ പാഠപുസ്തകത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പഠനം നടക്കുന്നത്. അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി പഠനം നടക്കുന്നു. എങ്കിലും 42 വർഷമായി അഖില ഭാരത ഭാഗവത സത്ര സമിതി ഈ ഭാഗവത സത്രം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഭാഗവതത്തെ പഠിക്കാനുണ്ട്, പഠിച്ചു തീർന്നിട്ടില്ല എന്നുള്ള വലിയൊരു സത്യം കൂടെ അതിന് പിന്നിലുണ്ട്. അപ്പോൾ വേറൊരു പാഠപുസ്തകം ഇല്ല എന്നർത്ഥം. വീണ്ടും വീണ്ടും പഠിച്ചാലും ഓരോ തവണ പഠിക്കുമ്പോഴും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച്, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മുടെ ഭാവത്തിനനുസരിച്ച്, നമ്മുടെ നിലയ്ക്ക് അനുസരിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ച്, അർത്ഥതലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഈ ഒരേ ടെക്സ്റ്റ്, ഈ ഒരേ പാഠപുസ്തകം, അതിന് സിലബസിൽ മാറ്റമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച പാഠപുസ്തകമല്ല ഇന്ന് നമ്മുടെ മക്കളോ നമ്മുടെ പേരക്കുട്ടികളോ പഠിക്കുന്നത്. മലയാളമായാലും ചരിത്രമായാലും എല്ലാം സിലബസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭാഗവതം എന്ന് പറയുന്ന ടെക്സ്റ്റ് അത് തന്നെയാണ്. വീണ്ടും വീണ്ടും പുതിയ ടെക്സ്റ്റുകൾ, വീണ്ടും വീണ്ടും പുതിയ പതിപ്പുകൾ, എഡിഷൻസ് ഉണ്ടാകുന്നു എന്നല്ലാതെ പാഠപുസ്തകം മാറുന്നില്ല എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രശസ്തിയും. തീർച്ചയായിട്ടും അവിടെ നിന്ന് വേണം നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുവാൻ. പുരാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അഷ്ടാദശാപുരാണത്തിൽ വ്യാസൻ ചൊന്നത് 2 താൻ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നാണ് അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്താണത്? പാപം ചെയ്യുക അത് പരപീഡനമാണ്, പിന്നെന്ത് ചെയ്യുക? പുണ്യം ചെയ്യുക ശ്രേഷ്ഠതരമാണ്. ഭാഗവതത്തിലെ ഓരോ കഥാപാത്രങ്ങൾ, ഓരോ വ്യക്തികൾ, ഓരോ രാജാക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നൽകുന്ന വലിയ പാഠമുണ്ട്. നന്മ ചെയ്യൂ, നന്മ ചെയ്യൂ. അങ്ങനെ നന്മയിൽ അധിഷ്ഠിതമായ ഒരാളെക്കുറിച്ച്, ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മൾ ഈ മത്സ്യാവതാരത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. ആ ഭഗവാന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമുക്കിഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി അയാൾക്ക് കൊടുക്കും. കാരണം എന്താ? നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ ഭഗവാന് തനിക്കേറെ പ്രിയപ്പെട്ടതായി കണ്ട ഒരാളെ എന്തു ചെയ്യുന്നു? തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ളതെല്ലാം നൽകുന്ന കാഴ്ചയാണ്. എനിക്ക് മുമ്പേയുള്ള ആചാര്യൻ സംസാരിച്ചതുപോലെ എന്താ പറയേണ്ടത്? ഭഗവാന്റെ കാരുണ്യാതിരേഖ, അപാരമായ അനന്തമായ കാരുണ്യം. ഭഗവാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലേ, നമ്മളൊരു ചുവട് മുന്നോട്ട് വെച്ചാൽ 1000 പാദങ്ങളുമായി നമുക്ക് മുന്നേ ഓടി വരാൻ ഭഗവാൻ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുകയാണ് ഓരോ കഥയും. ഈ ഭാഗവത രസം, ഭാഗവത അമൃതം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ മത്സ്യാവതാരം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. മത്സ്യാവതാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവതാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവതാരം, അതിനകത്തൊരു താരമുണ്ട്. താരം എവിടെയാണുള്ളത്? നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാലാണ് താരത്തെ കാണുക. അപ്പോൾ ഉയർന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അവതാരം.
ആരോഹണം അവരോഹണം സംഗീതത്തിലുണ്ടല്ലേ, ഉയർന്നു പോകുന്നതും താഴേക്ക് വരുന്നതും. ഇത് അവതാരം എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തെ പോലെ ഉന്നതിയിൽ നിന്ന് താഴേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ആരിറങ്ങി വരുന്നു? ഭഗവാൻ ഇറങ്ങി വരുന്നു. ആരായി ഭഗവാൻ? ഭഗങ്ങളുള്ളവനാണ്. ശ്രീയും ഐശ്വര്യവും വീര്യവും സർവ്വഗുണങ്ങളും ഉള്ളവനാ ഭഗവാൻ. നമ്മൾക്ക് അത് നൽകാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് നൽകാൻ പറ്റില്ല. ഇന്ന് നൽകും, ഇന്ന് സന്തോഷം നൽകും, നാളെ ഈ നേരമാകുമ്പോൾ അവർ എന്തു പറയും? എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു, പിന്നെ വിളിക്കാം, പിന്നെ സംസാരിക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായില്ലേ? എല്ലാ തവണയും നമുക്ക് സന്തോഷം നൽകാൻ, നമുക്ക് സംതൃപ്തി നൽകാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അത് നൽകാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് ആർക്കാണ്? അത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ശരിക്കും മത്സ്യാവതാരം എന്ന് പറയുന്നത്. നമുക്ക് മത്സ്യാവതാരത്തിലേക്ക് കടക്കാം. രാജാവ് പറയുകയാണ്. ഏതാണ് രാജാവ്? ശരിക്കും പറഞ്ഞാൽ ഈ കഥ, അതിൻ്റെ പല ദിവസങ്ങളായി കഥ കേൾക്കുകയാണ്. എന്നാലും ഒരു മാലയിലെ മുത്ത്, സത്രത്തിലെ ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. എനിക്ക് മുൻപേ സംസാരിച്ചു പോയതിൻ്റെ തുടർച്ചയാണ്. ഒരു മാലയിലെ മുത്ത് പോലെയാണ്. ഒരു മുത്ത് മാലയാവില്ല, അനേകം മുത്തുകൾ ചേർന്നാലേ മാലയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ പരീക്ഷിത്ത് മഹാരാജൻ നമ്മുടെ മനസ്സിലുണ്ട്. പരീക്ഷിത്ത് മഹാരാജൻ ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇനി 50 വർഷം കിടക്കുക, അല്ലേ? നമ്മൾ വീടൊക്കെ വെക്കുന്നത് അങ്ങനെയല്ലേ? ഇനി അവൻ്റെ 500 വർഷം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലേ? 1 കോടി രൂപയ്ക്ക്. അപ്പോൾ പരീക്ഷത്തിന് പക്ഷേ വീട് വയ്ക്കാനൊന്നും സമയമില്ല. 7 ദിവസം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ 7 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ളത്? തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ 8 ഇല്ല, 9 ഇല്ല, 6 7 നമ്മൾക്കെല്ലാം ഈ 7 ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും 7 ദിവസം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ 7 ഈ മത്സ്യാവതാരത്തിന് ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പരീക്ഷിത്ത് മഹാരാജനോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ശുഗബ്രഹ്മർഷി. വ്യാസ കൃഷ്ണ ദ്വൈപായന വേദവ്യാസൻ എന്ന നമുക്ക് മഹാഭാരതത്തെ നൽകിയ, വേദങ്ങളെ വ്യസിച്ച് നൽകിയ, 18 പുരാണങ്ങൾ നൽകിയ ആ വേദവ്യാസൻ. വേദവ്യാസന്റെ പേര് ചോദിക്കുമ്പോൾ ഗീതാ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ പറയും വേദവ്യാസൻ, വ്യാസൻ, അല്ലേ? എന്താ പേരെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എന്താ? നമ്മൾ ഹിന്ദു അല്ലേ, അതുകൊണ്ട് നമ്മളെക്കുറിച്ച് പഠിക്കാത്തവരാ. ഹിന്ദു എന്ന ജന്തു എന്ന് അതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മളെ പറയുന്നത്. അപ്പോൾ കൃഷ്ണ ദ്വൈപായന, ദ്വീപിൽ ജനിച്ചതുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്നാണ് നാമം. ദ്വീപിൽ ജനിച്ചവനാണ് കൃഷ്ണ ദ്വൈപായന വേദവ്യാസൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശുഗബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജന് ഭാഗവതം കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചാലേ ഗുരുശ്രേഷ്ഠനിൽ നിന്നും ഉത്തരം ലഭിക്കുകയുള്ളൂ. എനിക്കെല്ലാം അറിയാം കേട്ടോ. അവരാണ് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്. എല്ലാം അറിയാമെന്ന് നടിക്കുന്നവരാ, ഒന്നും അറിയാത്തവരാ. സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ പരീക്ഷിത്ത് ജലപാനം പോലും നടത്താത്ത അവസ്ഥയിൽ, ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച്, തൻ്റേതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച്, ഈ ലോകത്തിൻ്റെ സർവ്വബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പരീക്ഷിത്ത് ഇങ്ങനെ കഥ കേൾക്കാനായിട്ടിരിക്കുന്നത്. ആ കഥ കേൾക്കുന്ന പരീക്ഷിത്ത് മഹാരാജനാണെന്നറിയാമല്ലോ. ആ മഹാരാജൻ ചോദിക്കുകയാണ്, ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേംഭുത കർമ്മണ അവതാര കഥാമാദ്യം മായാ മത്സ്യ വിഡംബനം. ആ മത്സ്യാവതാരമുണ്ടല്ലോ, ഭഗവാൻ മത്സ്യാവതാരം എടുത്തല്ലോ, അതേക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഈ ചെറിയ രൂപത്തെ ആദ്യം കാണിച്ചിട്ട് വിശ്വരൂപനായി മാറിയിട്ടുള്ള ആ വാമനമൂർത്തിയുടെ ചരിത്രം ശ്രവിച്ച പരീക്ഷ തൊട്ടു മുമ്പേ അതാ നമ്മൾ കേട്ടത്. ആ വാമനമൂർത്തി അല്ലേ വന്നപ്പോൾ എത്ര കുഞ്ഞായിരുന്നു, അവസാനം പ്രപഞ്ചത്തോളം പടർന്ന് പന്തലിച്ചപ്പോൾ അല്ലേ ഭഗവാൻ. അതാണ് ഭഗവാൻ. ഈ ബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം മുഴുവനും അതിനുള്ളിലാണ്, ആ ഭഗവാനുള്ളിലാണ്, ആ പരബ്രഹ്മത്തിനുള്ളിലാണ് സർവ്വതും. ഇത് മറ്റൊന്നിൻ്റെ ഉള്ളിലല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. അങ്ങനെയല്ല, എല്ലാം എവിടെ ഇരിക്കുന്നു? ഈശ്വരനിലിരിക്കുന്നു. അതുകൊണ്ടാണ് ചെറുതിൽ നിന്ന് വലുതാകുന്നത്. കഠോപനിഷത്ത് പറയുന്ന പോലെ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാംസ്യ ജന്തോർ നിഹിതോ ഗുഹായ, ഏറ്റവും ചെറുതാകാനും
സൂക്ഷ്മത്തിൽ അതിസൂക്ഷ്മമാകാനും മഹത്വമേർന്നതിൽ അതിനേക്കാൾ മഹത്വമാർന്നതാകാനും കഴിവുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂക്ഷ്മരൂപത്തെ പ്രകാശിപ്പിച്ചു മഹാരൂപത്തെ പ്രദർശിപ്പിച്ച് അംഗീകരിച്ച ആ മത്സ്യാവതാരത്തെ പറ്റി കൂടി, കാരണം കുറച്ചു മുമ്പേ കേട്ടത് അതാണല്ലോ, വാമനാവതാരമാണല്ലോ കേട്ടത്. അതുകൊണ്ട് ഈ മത്സ്യാവതാരത്തെ കുറിച്ച് കൂടി എന്ത് ചെയ്യണം, ഒന്ന് കേൾക്കണം എന്നാണ്, പറയണമെന്നാണ് ശുഗബ്രഹ്മർഷിയോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആശ്ചര്യകരങ്ങളായിട്ടുള്ള ആ അനന്തകർമ്മങ്ങളെ ആചരിക്കുന്ന ശ്രീഹരി ഭഗവാൻ ഏതൊരു അവതാരത്തിലാണോ മത്സ്യരൂപത്തെ ഇങ്ങനെ അനുകരിച്ചത്, ആദ്യമായ അവതാര കഥ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആർക്കാണ് ആഗ്രഹം? ആഗ്രഹമുള്ള ആളിനോടെ പറയാവൂ. കൈകെട്ടിയിട്ട് ഇങ്ങി വന്നേ എന്ന് പറഞ്ഞിങ്ങനെ കൈയടിച്ചിട്ട് വിളിച്ച് ഇങ്ങി വന്നേ ഭഗവാന്റെ മത്സ്യാവതാരം കേട്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് ആരോടും പറയാൻ പാടില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ, ഈ കലവൂർ പ്രദേശത്ത് ഇത്രയും ജനങ്ങളാണോ ഉള്ളത്? അല്ല, എത്രയോ അല്ലേ, മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത്, വടക്ക് പഞ്ചായത്ത്, മണ്ണഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പഞ്ചായത്തുകളുണ്ട് ഇവിടെ. ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഇരിക്കണമെന്നെങ്കിൽ ഭഗവാൻ തീരുമാനിക്കണം, ഭഗവാൻ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വെയിലത്ത് ഫാൻ ഉണ്ടെങ്കിലും ചൂട് സഹിച്ച് അല്ലെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പൊ ഗുരുവിൻ്റെ കാരുണ്യം ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യകരങ്ങളായിട്ടുള്ള അനന്ത കർമ്മങ്ങളെ ആചരിക്കുന്ന ശ്രീഹരി എന്തു ചെയ്യുന്നു? ഏതൊരു ആപത്തിൽ മത്സ്യരൂപത്തെ അനുകരിച്ചുവോ ആദ്യം ആ അവതാര കഥ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം ആ കേൾക്കുന്നയാൾക്ക് എത്ര താല്പര്യമുണ്ട് അതറിയണം. രാമായണം തുടങ്ങുമ്പോൾ ഭഗവാനോട് ശ്രീ പരമേശ്വരനോട് പാർവതീദേവി പറയുന്നത് എന്താ? ഹലോ ഭർത്താവ് ഇങ്ങി വന്നേ, എനിക്ക് ആ രാമൻ്റെ തത്വം ഒന്ന് പറയണം അല്ലേ. ഒരു കൈ ഞൊടിച്ചാൽ ഓടി വന്ന് കഥ പറയാൻ കാത്തു നിൽക്കുന്ന ശ്രീ പരമേശ്വരനോട് എന്താ പറയുന്നത്? കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം എന്നോട് അങ്ങയ്ക്ക് ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ആ ശ്രീരാമദേവൻ്റെ തത്വം എനിക്ക് പറഞ്ഞു തരാമോ? അവിടെയാണ് ശിഷ്യയായി മാറുന്ന പാർവതീദേവിയെ, ശൈലജാദേവിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശിഷ്യൻ എങ്ങനെയാവണം? കാരുണ്യം ഭഗവാനോട്, ആ ഗുരുനാഥൻ ഭഗവാന്റെ സ്വരൂപത്തിലിരിക്കുന്ന ഗുരുനാഥനോട് ഇരുന്ന് ചോദിച്ച് ഭിക്ഷ പോലെ വാങ്ങിക്കണം. കാരുണ്യം, ഗുരു കാരുണ്യമാണ് അറിവ് എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. എനിക്ക് മത്സ്യാവതാര കേൾക്കാൻ, കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല പരീക്ഷിത്ത് അല്ലേ. അവിടെ പറഞ്ഞ് നിർത്താമായിരുന്നു, പക്ഷെ നിർത്തുകയല്ല. ആ താല്പര്യം, പരീക്ഷത്തിൻ്റെ താല്പര്യം എന്താണ്? എന്തുകൊണ്ട് എനിക്ക് മത്സ്യാവതാര കഥ കേൾക്കണം? അതിൻ്റെ സാങ്കത്യം കൂടി വിശദീകരിക്കുകയാണ്. ഒരു ശില്പി എങ്ങനെയാണ് ഒരു മണ്ണ് കുഴച്ചിട്ട് മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുന്നത് എന്നതുപോലെയാണ് പരീക്ഷത്തിൻ്റെ ഓരോ ചോദ്യങ്ങളും മനോഹരമായ ശില്പങ്ങൾ, മനോഹരമായി ശില്പമുണ്ടാക്കുകയാണ്. അങ്ങനെ ആ ചോദ്യത്തിൽ പരീക്ഷത്ത് ശില്പിയുടെ കൈയടക്കവും കുശലതയും ഒക്കെ ചേർത്ത് പ്രയോഗിക്കുക. കാരണം ആ ചോദ്യം ചോദിക്കുമ്പോൾ ആർക്കും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കാര്യമാത്ര പ്രസക്തമായി ചോദിക്കുക, വർത്തമാനകാല പ്രസക്തമായി ചോദിക്കുക. അത് ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള മിഴികളിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങൾ താല്പര്യമായിട്ട് ചോദിക്കുക. അതെല്ലാവർക്കും സാധ്യമല്ല. അങ്ങനെ ചോദിച്ച വേളയിൽ യഥാർത്ഥ മതധാതിരൂപം മത്സ്യം ലോകജുഗുപ്സിതം തമപ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്ത ഇവേശ്വര. പിന്നീട് പറയുകയാണ് ഭഗവാൻ കാലകർമാദികളുടെയൊന്നും എല്ലാം നിയന്താവാണ്. കാരണം ഭഗവാനിലാണ് കാലം, കാലവും കർമ്മവും സർവ്വതും ഭഗവാനിലാണ്, പുറത്തല്ല. ഭഗവാനിലാണല്ലോ അതെല്ലാം ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ലോകം വെറുക്കുന്ന അല്ലെങ്കിൽ നിന്ദ്യമായിട്ടുള്ള തമോ ഗുണ സ്വഭാവത്തോടു കൂടിയ ദുസ്സഹമായ മത്സ്യാകൃതി എന്തിനാണ് ഭഗവാൻ സ്വീകരിച്ചത്? ഭഗവാൻ സ്വീകരിക്കാൻ എത്ര മനോഹരമായ അല്ലേ, എത്ര മനോഹരമായ രൂപമെടുക്കാമായിരുന്നു. എന്നിട്ടും എന്തേ നിന്ദ്യമായിട്ടുള്ള ഈ തമോ ഗുണമായിട്ടുള്ള ഈ രൂപമെടുത്തു എന്ന് ചോദിക്കുക. അപ്പോൾ എത്രമാത്രം ആഴത്തിലേക്ക് അതിനെ കാണുന്നു. മത്സ്യാവതാരത്തെ കഥ പറയണമെന്നല്ല, എന്തുകൊണ്ട് അതിൻ്റെ അന്തരാർത്ഥം കൂടി മനസ്സിലാക്കണമെന്നുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് പരീക്ഷിച്ച് ചോദ്യം. നമ്മൾ ഒരു ഭക്തൻ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ മാതൃകയാണ്.
സ്വതന്ത്രനാണല്ലോ ഭഗവാൻ, സ്വതന്ത്രനാ. ഭഗവാന്റെ കയ്യിൽ ആരും പിടിച്ചിട്ടില്ല, കെട്ടിയിട്ടില്ല. നമ്മുടെ കൈകളിലാണ് ഒരുപാട് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ, അസൂയ, ഡെമ്പ്, അങ്ങനെ പട്ടിക നീണ്ടുപോകും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളും നമ്മുടെ കയ്യിലാണ്. ഭഗവാന്റെ കയ്യിൽ ഇതൊന്നുമില്ല. ഭഗവാൻ സ്വതന്ത്രനാണ്. നമ്മൾ കാലത്തിൻ്റെ ഈ ചക്രത്തിൻ്റെയൊക്കെ അടിമകളാണ്. നമ്മൾ കാലത്തിൻ്റെ അടിമയാണ് നമ്മൾ. അതുകൊണ്ട് ഈ സ്വരൂപം സാക്ഷാത്കരിക്കാൻ എന്നതാണ് പരീക്ഷത്തിൻ്റെ ഉള്ളിലെ ജിജ്ഞാസുവായിട്ടുള്ള ആ ജിജ്ഞാസുവിൻ്റെ ന്യായമായ ചോദ്യം അതാണ്. സർവ്വലോകങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ ഈ ചരിതം ആത്മാനന്ദത്തെ ആവരണം ചെയ്യുന്നതാണ് എന്നുള്ള ആ ഒരു വലിയ സങ്കല്പമുണ്ട്. യശസ്സോടുകൂടിയ ആ ഭഗവാന്റെ ആ പുണ്യചരിതം കേൾക്കണം എന്നുള്ള താല്പര്യമാണ്. ഇത് കേട്ടതും ഭഗവത് കഥ കേൾക്കുന്നവരോ അതിലും അത്യാനന്ദത്തോടെ അത് വിവരിക്കുന്ന സൂതൻ ഇങ്ങനെ ഓരോ ചോദ്യം പരീക്ഷത്തിൽ വരെ അതിനേക്കാൾ താല്പര്യത്തോടെ, ഇങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ താല്പര്യത്തോടെ അത് വിവരിക്കുകയാണ്. ശൗനകാദികളോട് അതിനെക്കുറിച്ച് പറയുകയാണ്. പരീക്ഷിത് രാജാവ് ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ സർവജ്ഞനായ ആ വ്യാസപുത്രൻ എന്ത് ചെയ്തു? ശുഗർ മഹർഷി വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നു. ഗോവിപ്രസുര സാധൂനാം ഛന്ദസാമഭിചേശ്വര രക്ഷാമിച്ചം സനുർദ്ധത്തെ ധർമ്മസ്യാർത്ഥസ്യ ചൈവഹി. എപ്പോഴാണ് ഈ മത്സ്യാവതാരം? പരീക്ഷിത് ചോദിച്ചാൽ എന്താ? നിന്ദ്യമായ ഈ മത്സ്യത്തെ തന്നെ അവതാരമാക്കണം. വേറെ എത്ര മനോഹരമായ രൂപങ്ങൾ ഭഗവാനുണ്ട് അല്ലേ? അതിനെ തന്നെ എടുക്കേണ്ടതായിട്ട്. ഭഗവാൻ ഇതിൻ്റെ കാലത്തിൻ്റെയൊന്നും അടിമയല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് ആ രൂപം തന്നെ എടുത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാണ്. എപ്പോഴാണ് ഇങ്ങനെയുള്ള രൂപങ്ങൾ കൈക്കൊള്ളുന്നത്? ഗോക്കൾ, വിപ്രന്മാർ, ബ്രഹ്മജ്ഞാനികൾ, സാധുക്കളായിട്ടുള്ളവർ, സന്യാസി ശ്രേഷ്ഠന്മാരായിട്ട് ഉള്ളവരടക്കമുള്ള അവധൂതന്മാരായിട്ടുള്ളവർ, ഛന്ദസ്, വേദം, പിന്നെയോ ഇവരെ മാത്രമല്ല ധർമ്മസ്യാർത്ഥസ്യ, ധർമ്മവും അർത്ഥവും ഇതിനെയൊക്കെ രക്ഷിക്കാൻ, ഇവരെ രക്ഷിക്കാനും ഇവയെ രക്ഷിക്കാനും ഭഗവാൻ ചില നേരങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ എന്ത് ചെയ്യും? ഇത്തരം വ്യത്യസ്തമായ അവതാരങ്ങൾ എടുക്കുമെന്ന് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. ധർമ്മസ്യ അർത്ഥസ്യ, ധർമ്മവും അർത്ഥവും ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലേ, എപ്പോഴാണ് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്? അപ്പോൾ അച്യുതനായ ഭഗവാൻ ഇവിടെ അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാത്രമല്ല, ഗോക്കൾക്ക് മാത്രമല്ല, വിപ്രന്മാർക്ക് മാത്രമല്ല, സാധുക്കൾക്ക് മാത്രമല്ല, പിന്നെയോ ഈ പറഞ്ഞ അർത്ഥത്തിന്, ധനത്തിന്, ആ മൂല്യവത്തായി ഉള്ളതിന് മാത്രമല്ല, പിന്നെയോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴും ഭഗവാൻ ഇങ്ങനെ അവതാരമെടുക്കും. എന്തിനാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അവതാരം? എന്താണ്? ഇത്തരം സന്ദർഭങ്ങളിൽ ധർമ്മവും ന്യായവും ക്രമവും നീതിയും ശാന്തിയും പുലരേണ്ട സന്ദർഭങ്ങളിൽ അല്ലേ, അല്ലെങ്കിൽ അത് പുലർത്തേണ്ട സന്ദർഭം ഏതൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യായവും നീതിയും ശാന്തിയും അല്ലേ, ക്രമവും ധർമ്മവും ഒക്കെ പുലർത്തേണ്ട സന്ദർഭങ്ങളിലാണ് ഭഗവാൻ ഇങ്ങനെ അവതാരം എടുക്കുന്നത്. ലോകജുഗുപ്സിതമായിട്ടുള്ള രൂപത്തെ ധരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായിട്ടുള്ള രൂപത്തെ ധരിച്ചല്ലോ എന്ന് പറയുന്നതിന് ശ്രീശുഗന് അനു പറയുകയാണ്. ഈശ്വരൻ ത്രിഗുണങ്ങൾക്ക്, ത്രിഗുണം എന്ന് പറയുമ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾ, അതിന് അധീനനല്ല, അതിൽപ്പെട്ടതല്ല, അതീതനാണ്. നമ്മളൊക്കെ സത്വരജസ് തമോ ഗുണങ്ങൾക്കുള്ളിലാണ്, ഭഗവാൻ അതിന് പുറത്ത്, ഭഗവാന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. ഭഗവാൻ അതിലല്ല, ഭഗവാനിലാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിലും അഭിമാനിക്കുന്നവനല്ല ഭഗവാൻ. നമ്മളാണെങ്കിലോ ഓരോ ചെറുകാര്യത്തിലും അഭിമാനിക്കുന്നവരാ. ഭഗവാന് അഭിമാനമില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഭഗവാന് അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം എല്ലാം ആ അഭിമാനം പോലും ഭഗവാനാണ്. മറ്റൊന്നായിട്ടാണ് നമ്മൾ അഭിമാനത്തെ കാണുന്നത്. ഇതെല്ലാം സർവവും ഭഗവാനായതുകൊണ്ട് ഭഗവാന് അഭിമാനത്തിൻ്റെ കാര്യവുമില്ല. നല്ലൊരു ഉദാഹരണം ശുഗം പറയുന്നുണ്ട്. ദുർഗന്ധാദികളിൽ തട്ടി കടന്നു വരുന്ന വസ്തു ഉണ്ടല്ലോ, സുഗന്ധം. ഇവിടെ നല്ല സുഗന്ധമാണെങ്കിൽ ആ കാറ്റ് ആ സുഗന്ധമേറ്റുപോകും. ഒരു മത്സ്യ മാർക്കറ്റിൻ്റെ അടുത്തുകൂടെയാണ് ആ വായു കടന്നു പോകുന്നതെങ്കിൽ ആ ദുർഗന്ധവും കൊണ്ടുപോകും. പിന്നെ അടുത്ത സ്ഥലത്ത് പുഷ്പവാടിയിലാണെങ്കിൽ വായു എന്ത് ചെയ്യും? ആ പുഷ്പത്തിൻ്റെ, ആരാമത്തിൻ്റെ, പൂന്തോട്ടത്തിൻ്റെ മനോഹരമായ സുഗന്ധവും പേറിക്കൊണ്ടായിരിക്കും അത് പോവുക എന്ന് പറഞ്ഞു. അവതാരത്തിൻ്റെ പ്രയോജനം അറിയിച്ച ശുഗൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്? മത്സ്യാവതാരം എടുക്കേണ്ടി വന്നത്, മനോഹരമായ രൂപമൊന്നും എടുക്കാതെ ജുഗുപ്സിതമായ ആ രൂപം എടുത്തത് എന്ന് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു. കാലനാഗത നിദ്രസ്യ ധാതുശിശൈഷോർബലി മുഖതോ നിസൃതാൻ വേദാൻ ഹയഗ്രീവോന്തികേ പറയാണ്. രാത്രിയായി തുടങ്ങിയ വേളയിൽ നിദ്രയ്ക്കായി ശയിക്കാൻ ആഗ്രഹിച്ച, രാത്രിയാകുമ്പോൾ അങ്ങനെയാണ് അല്ലേ, നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ ബ്രഹ്മാവിനും കിടക്കണം. രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങും അല്ലേ. ആ പകല് കഴിഞ്ഞു, ആ കൽപ്പം കഴിഞ്ഞു, പിന്നെ നൈമിത്തിക പ്രളയത്തെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ മുഖത്താണ് ഈ വേദം, 4 വേദങ്ങൾ എന്ന് പറയുന്നത് 4 മുഖങ്ങൾ. ആ മുഖങ്ങളിൽ നിന്നാണ് വേദ ദേവതകളെ അവഹരിച്ചുകൊണ്ട്
മോഷ്ടിച്ചുകൊണ്ട് പോയി. ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരാധിപൻ, അസുര ശ്രേഷ്ഠനായിട്ടുള്ള അസുര രാജാവായിട്ടുള്ള ആരാണ് ഹയഗ്രീവൻ? എന്ത് ചെയ്തു? ഹയഗ്രീവൻ ആ വേദങ്ങളെ അപഹരിച്ചുകൊണ്ട് പോയി. ജ്ഞാത്വാ തദ്ധാനവേന്ദ്രസ്യ ഹയഗ്രീവസ്യ ചേഷ്ടിതം ദദാര ശഫരീരൂപം ഭഗവാൻ ഹരിരീശ്വര. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് പറയുകയാണ്. അസുരാധിപനായ ഈ ഹയഗ്രീവൻ ആ ദുഷ്പ്രവൃത്തി, ഏതായിരുന്നു ആ ദുഷ്പ്രവൃത്തി? ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മൂല്യവത്തായിട്ടുള്ള വേദത്തെ, അല്ലെ, വേദത്തെ അപഹരിച്ചു. അങ്ങനെ വേദത്തെ അപഹരിച്ചു പോയ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? ഭഗവാൻ വിഷ്ണു മത്സ്യരൂപം എടുത്തു. തത്ര രാജഋഷി കശ്ചിന്നാമന സത്യവ്രതോ മഹാൻ നാരായണ പരോ തപ്യ തപസ്സ സലിലാശന. അപ്പോൾ പറയുകയാണ്, ഒരു രാജർഷിയെക്കുറിച്ചാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാജർഷിയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. രാജാക്കന്മാരിൽ ഋഷിയായിരുന്നു ജനകൻ, ഋഷിമാരിൽ രാജാവായിരുന്നു ജനകൻ എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ രാജാക്കന്മാരിൽ ഋഷിയായ, ആ ഋഷിമാരിൽ രാജാവായ ഒരാളെ നമുക്കിവിടെ പരിചയപ്പെടുത്തി തരികയാണ്. ആ കൽപ്പത്തിൽ വിവേക ധൈര്യ ജ്ഞാനാദി ഗുണസമ്പന്നനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീനാരായണന്റെ വലിയ ശ്രേഷ്ഠ ഭക്തനായ ഭാഗവതോപാസകനായ അദ്ദേഹം ജലം മാത്രം കഴിച്ചുകൊണ്ട് സലിലാശന, സലിലം ജലം, ഭക്ഷണം പോലും ഉപേക്ഷിച്ച്, നമ്മൾ ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയാ, അല്ലേ? ചില പേരുകൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരേ ജംഗ്ഷനിൽ തന്നെ 10 കടകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരേ പേരാ, അല്ലേ? കടയുടെ പേര് അറിയാൻ പറ്റില്ല. ഈ പേര് വലിയ, നമ്മളെക്കാൾ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പം ആധുനിക കാലത്തെ പ്രവണതയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ ജലം പോലും വല്ലപ്പോഴും കഴിച്ച് ഭഗവത് ഉപാസന ചെയ്ത ആ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ രാജാവിനെ കുറിച്ച് പറയുകയാണ്. ജലം മാത്രം ഭക്ഷിച്ച് കടുത്ത തപസ് അനുഷ്ഠിച്ച ആ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. രാജാക്കന്മാരിലെ ഋഷിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ യോസാവസ്മിൻ മഹാകൽപേ തനയസ്സ വിവസ്വത ശ്രാദ്ധദേവ ഇതി ഖ്യാതോ മനുത്തേ ഹരിണാർപ്പിത. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേരെന്താ? വിവസ്വാൻ. അദ്ദേഹം വിവസ്വാന്റെ പുത്രനായ വൈവസ്വതനായിരുന്നു. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യപുത്രനായ വൈവസ്വതൻ. ആ വൈവസ്വതന്റെ പ്രാധാന്യം, ശ്രാദ്ധദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശ്രാദ്ധദേവൻ എന്നായിരുന്നെങ്കിലും അദ്ദേഹം വൈവസ്വത മനു എന്ന പേരിൽ പിന്നെ വളരെ പ്രശസ്തി ആർജിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ശ്രേഷ്ഠഭക്തനായ ആ സത്യവ്രതന് അറിയപ്പെട്ട ആ രാജർഷി ശ്രീഹരിയെ ധ്യാനിച്ച് തപസ്സിൽ മുഴുകി മഹാകൽപ്പത്തിൽ എന്തായി? സൂര്യപുത്രനായി പിറന്ന അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ശ്രാദ്ധദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ശ്രീ ഭഗവാൻ ശ്രാദ്ധദേവനെ ഈ കൽപ്പത്തിലെ, കഴിഞ്ഞ കൽപ്പത്തിൻ്റെ കഥയാണ് പറയുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലെ കഥ പറയുമ്പോൾ അടുത്ത കൽപ്പത്തിൽ ശ്രാദ്ധദേവനെ എന്താക്കി മാറ്റൂ? വൈവസ്വത മനു, 7ാമത്തെ മനുവാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സത്യവ്രതന് നേരത്തെ പറഞ്ഞ വിവസ്വാന്റെ പുത്രനുണ്ടല്ലോ ശ്രാദ്ധദേവൻ, ഒരു ദിവസം പതിവ് പോലെ കൃതമാലാ നദിയിൽ തൻ്റെ അർഘ്യതർപ്പാദികൾക്ക് വേണ്ടി തർപ്പണം ചെയ്യാൻ വേണ്ടി സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വന്ന വേളയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. എന്തായിരുന്നു അത്ഭുതം? അദ്ദേഹം ആചമനത്തിന് വേണ്ടി ഇങ്ങനെ കൈകൾ നീട്ടി തൻ്റെ അഞ്ജലി ഇങ്ങനെ താഴ്ത്തിയപ്പോഴത്തേക്ക് അതിലേക്ക്, കൈവെള്ളയിലേക്ക് ഒരു മത്സ്യം, അത്ഭുത മത്സ്യം, ചുവപ്പും മഞ്ഞ നിറത്തോടു കൂടിയ ഒരു ഗോൾഡൻ ഫിഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ അങ്ങനെ നിറത്തോടുകൂടിയ, ആകർഷകമായിട്ടുള്ള നിറത്തോടുകൂടിയ ഒരു മത്സ്യം ഇങ്ങനെ കൈക്കുടന്നയിലെ ജലത്തിൽ കിടന്ന് ഇങ്ങനെ പിടിക്കുന്നു. നമ്മളാണെങ്കിൽ അപ്പോഴേ കൊള്ളാം, വീട്ടിലെ അലങ്കാരപാത്രത്തിൽ കൊണ്ടിടാം എന്ന് പറഞ്ഞ് അപ്പോഴേ നമ്മൾ ഓട്ടോ പിടിച്ചു പോകും. പക്ഷെ അദ്ദേഹം അങ്ങനെ പോകുന്ന ആളായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സത്യവ്രതോ അഞ്ജലിഗതാം സഗതേന ഭാരത ഉത്സസാർജ നദീതോയേ ശബരീം ദ്രവിഡേശ്വരം. ഭാരതകുല ശ്രേഷ്ഠനായ പരീക്ഷിത് രാജ അങ്ങ് അറിയൂ, പരീക്ഷിത്തിനോട് പറയുകയാണ്, ദ്രാവിഡദേശാധിപനായ അദ്ദേഹം ആരായിരുന്നു? ഈ വൈവസ്വതൻ എന്ന് പറയുകയാണ്. ആ സത്യവ്രതന്റെ അഞ്ജലി ജലത്തിൽ കണ്ട മത്സ്യക്കുഞ്ഞിനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ജലം, കൈക്കുടന്നയിൽ ജലമുണ്ട്, ജലത്തോടെ തന്നെ നദിയിലേക്ക് ഇടണം, അല്ലേ? അല്ലെങ്കിൽ എന്താ? ശ്വാസം മുട്ടി അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടാൽ കൊലപാതകിയായി മാറും, അല്ലേ? നമ്മളെ കൊല്ലുന്നത്, മനുഷ്യനെ കൊല്ലുന്നത് മാത്രമേ കൊലപാതകമാകുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഏത് ജീവനെ കൊന്നാലും അത് കൊലപാതകം നമ്മുടെ പേരിൽ പോകും. അതുകൊണ്ടാണ് ആ രത്നാകരൻ്റെ ഭാര്യ രത്നാകരനോട് പറഞ്ഞു, എന്താ പറഞ്ഞ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേവരും. അങ്കണവാടി ക്ലാസ്സിൽ പോയിട്ടില്ലാത്ത രത്നാകരന്റെ ഭാര്യ വലിയ പാഠം രത്നാകരനെ പഠിപ്പിച്ചപ്പോൾ രത്നാകരൻ വാത്മീകി മഹർഷിയായി മാറുന്ന അവസ്ഥയിലേക്ക് സത്സംഗമുണ്ടായി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ആ ജീവനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല, ജലത്തിലേക്ക് ഇട്ടു. കാരണം അതിനെ സംരക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുന്ന വേളയിൽ അതെന്താ പറയുന്നത്?
എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഭഗവത്ഗീത പറയും, അദ്വേഷ്ടാം സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരി സമദുഃഖ സുഖക്ഷമി. ആരാണോ ഭഗവാന്റെ ഭക്തശ്രേഷ്ഠനാരാ? ഞാൻ വലിയ ഭക്തനാണ്, എൻ്റെ നെറ്റി കണ്ടാൽ അറിയില്ലേ, വലിയ ഭക്തി കാണാം എനിക്ക്, ഞാൻ ഭയങ്കര ഭക്തനാണ്, കണ്ടില്ലേ രുദ്രാക്ഷമുണ്ട്, ഇതൊക്കെയാണ് ഭക്തൻ്റെ അടയാളം ആണോ? ഭഗവാൻ ഗീതയിൽ പറയുന്നു, അദ്വേഷ്ടാം സർവഭൂതാനം. സർവഭൂതങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവഭൂതങ്ങളും, ആ സർവഭൂതങ്ങളും എന്താണ്? ആ ഭൂതങ്ങൾ ഞാൻ തന്നെയാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ളത് കൊണ്ട് എന്ത് വേണം? അതിനോട് നമ്മൾ കരുതലുണ്ടാവണം, കാരുണ്യമുണ്ടാവണം എന്നാണ് പറയുക. അങ്ങനെയുള്ളവരാണ് ഭക്തൻ. അപ്പം അങ്ങനെയുള്ള ഭക്തനാണോ ഞാനെന്ന് ഓർക്കാനായിട്ട് നമുക്ക് സത്രവേദി ഒരവസരം കൂടി തരികയാണ്. തമാഹ സാധി കരുണം മഹാകാരുണികം നൃപം യാഥോഭ്യോജാധികാദിഭ്യോ ദീനാമാം ദീനവത്സല. എന്താ പറയുന്നത്? കാരുണ്യവാനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന, കാരണം എന്താ? കാരുണ്യവാനാണോ വിവസ്വതൻ? കാരുണ്യവാനാണോ ഈ സത്യവ്രതരാജൻ? കാരുണ്യവാനാണോ? ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താതെ, അല്ലേ, അതിൽ അഭിമാനം കൊള്ളാതെ അതിനെ ഇടാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ പറയുകയാണ്, ഭയത്തോടെ ആ മത്സ്യം പറയുകയാണ്, സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന് മത്സ്യം സംസാരിക്കുന്നു. അതാണ്, മനുഷ്യനല്ല സംസാരിക്കുന്നത്, മത്സ്യം. ആശ്ചര്യത്തോടുകൂടി നമ്മുടെ സത്യവ്രതരാജൻ അത് നോക്കി നിൽക്കുകയാണ്. എന്താണ്? ദുഃഖിതരോട് വാത്സല്യം പ്രകടിപ്പിക്കുന്ന, അല്ലയോ രാജൻ, സ്വജാതികളെ തിന്നുന്ന ജലജന്തുക്കളിൽ നിന്ന് ഭയപ്പെട്ട് കഴിയുക ഞാൻ. അങ്ങനെയുള്ള എന്നെ ഈ നദിയിൽ ഉപേക്ഷിക്കരുതേ. അങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്തായിരിക്കും? അടുത്ത ക്ഷണത്തിൽ ഞാൻ ഇല്ലാണ്ടാകും എന്ന് ആ രാജാവിനോട് പറയുക. തന്നെ അനുഗ്രഹിക്കാനായിട്ട് മത്സ്യരൂപമെടുത്തു വന്ന സാക്ഷാൽ നാരായണ ഭഗവാനാണ്, ശ്രീഹരിയാണിതെന്ന് തിരിച്ചറിയാത്ത സത്യവ്രതൻ എന്ത് വിചാരിച്ചു? ആ മത്സ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം വിചാരിച്ചു, എങ്ങനെയായാലും ഈ മത്സ്യത്തെ രക്ഷിക്കണം. ആ മത്സ്യത്തിൻ്റെ ദീനതയോടൊപ്പം ഭയാശങ്കകളോടുള്ള ആ ഭയവും ആശങ്കയും നിറഞ്ഞ സ്വരം കേട്ട് പരമകാരുണികനായ രാജാവ് എന്ത് ചെയ്തു? ജലപാത്രത്തിൽ, തൻ്റെ ജലപാത്രത്തിൽ, എന്താ ജലപാത്രം? അദ്ദേഹത്തിൻ്റെ കമണ്ഡലൂരിലേക്ക് മത്സ്യത്തെ മാറ്റി, ജലം നിറച്ച് അതിലേക്ക് മാറ്റി. അദ്ദേഹം അതിനെ കൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തി. കുറച്ച് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ എന്താ നോക്കിയപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? കമണ്ഡലു, അദ്ദേഹത്തിൻ്റെ കമണ്ഡലു എന്ന് പറയുന്നത് നിറഞ്ഞു കഴിഞ്ഞു. കമണ്ഡലു നിറഞ്ഞു കഴിഞ്ഞു. നേരത്തെ കൈക്കുടന്നയിൽ കിടന്ന് പിടഞ്ഞ ഇത്തിരി പോകുന്ന ഒരു സ്വർണ്ണ മത്സ്യം കമണ്ഡലിൽ നിന്നിട്ട് പറയുക, എനിക്ക് ശ്വാസം മുട്ടുകയാ, എനിക്ക് തിരിയാൻ പറ്റുന്നില്ല, എനിക്ക് മറിയാൻ പറ്റുന്നില്ല, ഇതിനേക്കാൾ നല്ലൊരു വാസസ്ഥാനം, സുഖമായിട്ടൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നോക്കി അവിടുത്തെ ഏറ്റവും വലിയ, അവിടെ ആശ്രമത്തിലുള്ള ഏറ്റവും വലിയ കുട്ടകത്തിലേക്ക്, അല്ലേ, കുട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അറിയുമല്ലോ അല്ലേ, ചെമ്പെന്ന് പറയും, പല രീതിയിൽ പറയും, ഒരു വലിയ പാത്രം, വലിയ പാത്രത്തിലേക്ക്, പരമാവധി വലിയ പാത്രത്തിലേക്ക് അതിനെ മാറ്റി. പിറ്റേന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിക്കുക? അതിൽ കിടന്ന് ഞെരിവിരി കൊള്ളാൻ ഇടയില്ല. വെള്ളം, മത്സ്യമാകുമ്പോൾ വെള്ളം വേണം, വെള്ളം ഇടാൻ പോലും, അല്ലെങ്കിൽ വെള്ളം കൊള്ളാനുള്ള സ്ഥലമില്ലാതെ ഈ മത്സ്യം വലിയ പാത്രത്തിൽ കിടന്ന് ഇങ്ങനെ ഞെരിവിരി കൊള്ളുക. അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ പറയുക, എന്നെ ഇവിടെ ഇടരുത്, എനിക്ക് സുഖമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെയും കൊണ്ട് തടാകത്തിൽ കൊണ്ടിട്ടു. തടാകത്തിൽ നോക്കിയപ്പോൾ എന്താണ്? പെട്ടെന്ന് തന്നെ തടാകത്തിൻ്റെ അത്രയും വലിപ്പമാർന്നു. ഈ മത്സ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മത്സ്യം തടാകത്തിൻ്റെ അത്രയും വലിപ്പമുള്ളതായി മാറി. അത് പറയുക, എൻ്റെ രാജാവേ, എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുന്ന അവസ്ഥയിലാണ് ഈ മത്സ്യം. അപ്പം മത്സ്യം പറയുകയാണ്, എന്നെ ഇതിനേക്കാൾ വലുത് ഏതെങ്കിലും ഒരു ജലാശയത്തിൽ കൊണ്ടിടണം. അങ്ങനെ ഏതൊക്കെ ജലാശയങ്ങൾ ആ സമീപത്തുണ്ടോ ആ ജലാശയങ്ങളിലെല്ലാം കൊണ്ടിടുകയാണ്. പക്ഷേ അതിനേക്കാൾ വലുതായി, അതിനേക്കാൾ വലുതായി, അതിനേക്കാൾ വലുതായി മാറിക്കൊണ്ടിരിക്കുന്ന മത്സ്യരൂപത്തെയാണ് കാണുന്നത്. ഈ മത്സ്യത്തിൻ്റെ വീണ്ടുമുള്ള ദീനരോധനം കേൾക്കുമ്പോൾ എന്തു ചെയ്യുന്നു? അദ്ദേഹം അവസാനം സമുദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സമുദ്രത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ സമുദ്രം നിറയുന്ന അവസ്ഥയാണ്. ആ ഏത് സമുദ്രത്തിലേക്കാണോ കൊണ്ടിട്ടത് ആ സമുദ്രത്തിലേക്ക്, മഹാസമുദ്രത്തിലേക്ക് അദ്ദേഹം നയിച്ചപ്പോൾ അത് നിറയുന്ന ഒരവസ്ഥയിലാണ്. സമുദ്രത്തിൽ കൊണ്ടുപോയി അദ്ദേഹം ആ മത്സ്യത്തെ ഇട്ടു. അതിബലവാന്മാരായ മകരമത്സ്യങ്ങളും മറ്റും ഇവിടെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? എന്നെ അങ്ങ് ഉപേക്ഷിച്ചു പോകരുതേ. ആരോട് പറയുക? പറയാൻ പറ്റുന്നവരോട് നമ്മൾ പറയാവൂ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈയമൊഴിച്ച് കാതിലൊഴിച്ച് നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ബധിരകർണങ്ങളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. രാജാവ്, അല്ലേ, അദ്വേഷ്ടാം സർവഭൂതാനാം, സർവഭൂതങ്ങളിൽ ദ്വേഷമില്ലാതെ സ്നേഹവും കരുണയുമുള്ള ആ രാജാവ് പേരെന്തായിരുന്നു? സത്യവ്രതൻ. ജീവിതത്തെ സത്യമാക്കി മാറ്റിയവൻ, സത്യത്തിൽ ജീവിച്ചവൻ. അങ്ങനെയുള്ള ആ രാജാവുണ്ടല്ലോ, രാജാവിനോട് ഈ മത്സ്യക്കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ രാജാവും വിചാരിച്ചു, എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിനെ സംരക്ഷിക്കാം. അദ്ദേഹം വലിയ എന്താ പറയണ്ടേ, അദ്ദേഹം വില്ലൊക്കെ കുലിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏവം വിമോഹിതസ്തേന വദതാംവൽ ഗുബാരിദിം തമഹക്കോ ഭവാനസ്മാൻ മത്സ്യരൂപേണ മോഹൻ. മനോഹരമായി സംസാരിക്കുക, അല്ലേ, മനോഹരമായി സംസാരിക്കുന്നവരെ കണ്ടാൽ നമ്മളും ചിലപ്പോൾ വീണു പോകും, അല്ലേ.
LIC ചേർക്കാൻ വേണ്ടി വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആയിട്ട് വരുന്നവർ എങ്ങനെയായിരിക്കും സംസാരിക്കുക? അയ്യോ, അവരുടെ സംസാരം കേട്ട നമ്മൾ ഊണ് കഴിച്ചിട്ട് പോകാം മക്കളെ എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ മാധുര്യമാർന്ന സംഭാഷണം കേട്ടിട്ട് എന്താണ് മയങ്ങിപ്പോയിരിക്കുന്നു, മയങ്ങി നിൽക്കുകയാണ് നമ്മുടെ സത്യവ്രത രാജാവ്. കാരണം ഇതുപോലെ ഒരു ജന്തുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. മത്സ്യാകൃതിയിൽ എങ്ങനെയാണ് ഈ മനം മയക്കുന്ന രൂപത്തിൽ ഇത് എങ്ങനെയാണ് വന്നത്? അങ്ങയുടെ ശരീരം 100 യോജന വിസ്തൃതിയിൽ തടാകം മുഴുവൻ വ്യാപിച്ചല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുക. നൂനം തു ഭഗവാൻ സാക്ഷാധരിർനാരായണോ വ്യയ അനുഗ്രഹായ ഭൂതാനാം ദത്സേ രൂപം ജലൗകസ. ഈ കാരണജലത്തിൽ ശയിക്കുന്ന നാശരഹിതനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്നെനിക്ക് നിശ്ചയമുണ്ട്. ഭക്തര നിശ്ചയമുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ നിശ്ചയം ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് സംശയം, എല്ലാത്തിനോടും സംശയം. ലോകത്തിലുള്ള ഭഗവാനോട് സംശയ, പ്രപഞ്ചത്തിനോട് സംശയ, സർവ്വതിനോട് സംശയ. അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. ഉള്ളിൽ ഇച്ചിരി മഹിമയുണ്ടെങ്കിൽ മാത്രമേ മഹിമയുള്ളതിനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉള്ളിലുണ്ടാവണം ആ പുണ്യം, ഉള്ളിൽ ആ നന്മയുടെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അമ്മമാര് ചെറുതിലെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചോറ് മാത്രം കൊടുത്താൽ പോരാ, പിന്നെ ചൊല്ലു മാത്രം കൊടുത്താൽ പോരാ, പിന്നെ ഒന്നുകൂടി കൊടുക്കണം. ഇപ്പൊ ഒരുപാട് കുറവുണ്ട് അതിന്റെ. തല്ല് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ ചോറും ചൊല്ലും കൊടുക്കുമ്പോൾ തല്ലുകൂടി കൊടുക്കണം. അങ്ങനെ കൊടുത്തവരൊക്കെ ഇതേപോലെ ലഹരിയുടെ വഴിയിലേക്കൊന്നും പോവില്ല അല്ലേ? ഭാഗവതമാകട്ടെ നമ്മുടെ ലഹരി. അപ്പോൾ ഇവിടെ എന്താണ്? അതേ, എനിക്ക് നിശ്ചയമുണ്ട്. ആർക്ക്? സത്യവ്രതരാജന് നിശ്ചയമുണ്ട്. മഹാത്മാക്കളെ തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയില്ല. അദ്ദേഹം മനസ്സിലാക്കി ഇത് നിസ്സാര മത്സ്യമല്ല എന്ന് മനസ്സിലാക്കി. നമസ്തേ പുരുഷ ശ്രേഷ്ഠ സ്ഥിത്യുൽപത്യവേശ്വര ഭക്താനാം ന പ്രവത്താനാം മുഖ്യോ ആത്മഗതിർവിഭോ. എന്താ പറയുന്നത്? പുരുഷോത്തമനായ പുരുഷനെ എന്താ പറയേണ്ട? പുരുഷനെ പുരുഷോത്തമനാക്കുന്ന, നരനെ നാരായണനാക്കുന്ന, മാനവനെ മാധവനാക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് എല്ലാറ്റിനും സാമർഥ്യമുള്ള, എല്ലാത്തിനോടും സാമർഥ്യം കാട്ടുന്ന അങ്ങ് തന്നെയാണ് എന്നുള്ള ആ ചിന്തയിലേക്ക് അദ്ദേഹം എത്തി. അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾക്ക് എന്ത് വേണം? മുഖ്യമായ ആത്മപ്രാപ്തിക്കുള്ള മാർഗം ഒന്നേ ഉള്ളൂ. അത് അങ്ങയുടെ കരുണാകടാക്ഷം മാത്രമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങയുടെ ലീലാവതാരങ്ങളെല്ലാം പ്രാണികളുടെ പ്രാണനുള്ളവ അല്ലേ? അങ്ങയുടെ ഈ ലീലാവതാരങ്ങളിൽ പ്രാണികളുടെ എന്താ പറയേണ്ടത്? പ്രാണികൾ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അയ്യോ, പ്രാണി, അവിടെ എന്തോ പ്രാണിയുണ്ട്, ഇവിടെ പ്രാണി നമ്മൾ പറയാറുണ്ടല്ലേ? നമ്മൾ അതിനേക്കാളും ഉയർന്നതാ. പ്രാണനുള്ളതെല്ലാം പ്രാണിയും ജീവനുള്ളതെല്ലാം ജീവനും എന്താണ് ജീവികളും. പിന്നെയോ ജനിച്ചതെല്ലാം ജന്തുക്കളും ഭവിച്ചതെല്ലാം ഭൂതങ്ങളുമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തുവും ജീവിയും ഒക്കെ നമ്മൾ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് ജനിച്ചതെല്ലാം ജന്തുക്കളാണെങ്കിൽ, ഭവിച്ചതെല്ലാം ഭൂതങ്ങളാണെങ്കിൽ, വിശേഷമായി മത്സ്യരൂപം അങ്ങ് ധരിച്ചത് എന്ത് കാര്യം സാധിക്കാനാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, കാരുണ്യ കടാക്ഷം തന്നെ, അങ്ങയുടെ കാരുണ്യ കടാക്ഷമാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുന്നത്. ഇതാണ് ഈ 10 ലക്ഷണം, പുരാണത്തിന്റെ 10 ലക്ഷണം പറയുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് ആശ്രയത്തിലേക്കാണ്, ആശ്രയത്തിലേക്കാണ്. എന്നാൽ സർവ്വ സുഹൃത്തും പ്രിയനും ആത്മാവുമായിരിക്കുന്ന നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ ആശ്രയിക്കുന്നത് ഒരിക്കലും വ്യർത്ഥമാവില്ല. മറ്റുള്ളതെല്ലാം ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം കഴിയുമ്പോൾ വ്യർത്ഥമാകും. ഇത് ഒരിക്കലും വ്യർത്ഥമാകില്ല, വെറുതെ ആവില്ല. അത് ആ രാജാവ് സത്യവ്രതരാജൻ തിരിച്ചറിയുക. സപ്താമോദ്യതനാദുർധ മകന്യേദ്യതരിന്ധമ നിമങ്ഷ്യത്യപ്യാം ബോധൗ ത്രൈലോക്യം ദുർഭവാധികം. ശ്രീ ഭഗവാൻ പറയുകയാണ് സത്യവ്രതനോട്, ശത്രുക്കളെ തപിപ്പിക്കുന്ന എന്താണ് വീരനായ രാജാവേ, ഈ സ്വരൂപത്തിന്റെ പ്രയോജനം കേൾക്കൂ, പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നമുക്ക് വളരെ സമയം മുൻ ആചാര്യൻ പൂർത്തീകരിക്കാൻ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് പറയുന്ന പോലെ സമയക്കുറവാണ്. അതുകൊണ്ട് പരമാവധി ചുരുക്കുകയാണ്. 3 ലോകവും അങ്ങനെ പ്രളയത്തിൽ ലയിക്കെ എൻ്റെ പ്രേരണ മൂലം അതിവിസ്താരമുള്ള ഒരു നൗക ഇവിടെ പ്രത്യക്ഷപ്പെടും. പ്രളയമുണ്ടാവും. ആ പ്രളയമുണ്ടാകുമ്പോൾ എല്ലാം അതിൽ മുങ്ങിപ്പോവും. ആ സമയത്ത് അങ്ങ് മുങ്ങില്ല. കാരണം അങ്ങേക്ക് ഒരു നൗക, ഒരു കപ്പൽ പ്രത്യക്ഷപ്പെടും. ആ കപ്പലിൽ ആരുണ്ടാകും? സപ്തർഷികൾ ഉണ്ടാവും. ആ സപ്തർഷികൾക്കൊപ്പം അങ്ങ് ആ കപ്പലിലേക്ക് കയറണം. കപ്പലിലേക്ക് കയറുന്നതിന് മുമ്പ് അങ്ങൊരു കാര്യം ചെയ്യണം. സർവ്വ ഔഷധികളും സർവ്വബീജങ്ങളും വിത്തുകളും എല്ലാം നാളേക്ക് വേണ്ടി കരുതി അങ്ങ് അതുമായിട്ട് വേണം അവിടേക്ക് കയറാൻ. അപ്പോൾ ഇങ്ങനെ കൊടുങ്കാറ്റിൽ ഇളകിയാടുന്ന ആ കപ്പൽ അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടി, സപ്തർഷികളും ഒക്കെയുള്ള ആ കപ്പലിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പ്രത്യക്ഷമാകും വാസുകി.
നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, പാലാഴി മദനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പാലാഴി മദനം വാസുകിയുടെ എന്ന് പറഞ്ഞ പോലെ വാസുകി കയറായി പ്രത്യക്ഷപ്പെടും. ആ വാസുകി എന്ത് ചെയ്യണം? ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ കൊമ്പിൽ, ഒറ്റക്കൊമ്പിലേക്ക് അതിനെ ഘടിപ്പിക്കണം. മത്സ്യമായി ഒരു കൊമ്പുമായി വരുന്ന എൻ്റെ ആ കൊമ്പിൽ ഈ വാസുകിയെ ഘടിപ്പിച്ച് ആ കപ്പൽ വളരെ സുഗമമായി ഈ പ്രളയമധ്യത്തിലൂടെ, സമുദ്രമധ്യത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുക. ഇത്രയും കാര്യം പറഞ്ഞു. ആ മത്സ്യമൂർത്തി അവിടെ അപ്രത്യക്ഷമായി. വളരെ വേഗം വൻമേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പോലെ, പെട്ടെന്ന് മഴ പെയ്യുന്നത് പോലെ, പെട്ടെന്ന് സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് പോലെ എല്ലാം അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം മനസ്സിലാക്കുന്ന അങ്ങനെ. പെട്ടെന്ന് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു വലിയ പ്രളയം അദ്ദേഹം കാണുന്നു. അപ്പോൾ നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുന്നു. കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനകത്ത് സപ്തർഷികളുണ്ട്. ഓരോ കൽപ്പത്തിലും ഈ സപ്തർഷികൾ മാറി വരും. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ചില പുസ്തകത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 7 പേരെ കാണാം, പിന്നെ പുസ്തകത്തിൽ നോക്കുമ്പോൾ വേറെ 7 പേരെ മാറി വരും. ഇന്ദ്രന്മാർ മാറും, ഇവരൊക്കെ മാറി. ഇനി അടുത്ത ഇന്ദ്രനായിട്ട് വരുന്ന മഹാബലിയാണ് അടുത്ത ഇന്ദ്രനായിട്ട് വരിക അടുത്ത കൽപ്പത്തിൽ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവരെല്ലാവരും ഉണ്ട്. അങ്ങനെ അദ്ദേഹം അതിലേക്ക് കയറി. സോനുദ്യസ്തോ രാജ്ഞ പ്രാദുരസീൻ മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുധയോചന. ഉടൻ രാജാവിനാൽ ധ്യാനിക്കപ്പെട്ട ആ രാജാവ് എന്താ ചെയ്ത്? ഭഗവാനെ ധ്യാനിച്ച് ഒറ്റക്കൊമ്പുള്ള സ്വർണ്ണവർണ്ണത്തോടു കൂടിയതും 1,00,000 യോജന പരിമാണത്തോട്, 1,00,000 യോജന എന്ന് ഓർക്കണം കേട്ടോ, 1,00,000 യോജനയോടുകൂടിയ മഹാമത്സ്യ രൂപത്തിൽ ആ മഹാസമുദ്രത്തിൽ മഹാമത്സ്യം പ്രത്യക്ഷപ്പെടുകയും നേരത്തെ ശ്രീഹരി പറഞ്ഞതുപോലെ ആ വാസുകിയെ അതിൽ കെട്ടുകയും ചെയ്തു. ജനോ ബുധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹത്തെ സുഖം യത്സേവയാന്താം വിദിനോത്യസന്മതി ഗ്രന്ഥിം സഭിദ്യാധിതയം സനോ ഗുരു. വൈരാഗ്യം. അപ്പം അദ്ദേഹം അവിടെ ശരിക്കും സ്തുതിക്കുക ഭഗവാനെ. ഇതെല്ലാം മനസ്സിലാക്കി ധ്യാനിച്ച് അതിൻ്റെ ആ മനനങ്ങളിലിരിക്കുന്ന സപ്തർഷികളോടൊപ്പം യാത്ര ചെയ്യുക. ആ സമയത്ത് അദ്ദേഹം ഭഗവാനെ, ആരാണ്? സത്യവ്രത മഹാരാജൻ, ഭഗവാനെ സ്തുതിക്കുന്ന ആ ശ്ലോകങ്ങളാണ്. അപ്പം അതുകൊണ്ട് വൈരാഗ്യം ഇവിടെ ഉണ്ടാകാതെ ഒരിക്കലും മുക്തി ഉണ്ടാകത്തില്ല. വൈരാഗ്യം ഉണ്ടാവും. ഭാഗവതം ആദ്യം തന്നെ പറയുന്നത്, മഹാത്മ്യം പറയുമ്പോൾ ഭക്തിജ്ഞാന വിരാഗാണാം. ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, പക്ഷെ വൈരാഗ്യമില്ല. പക്ഷെ വൈരാഗ്യം ഇല്ലെങ്കിൽ കാര്യമില്ല. വൈരാഗ്യം ആരോടാണ്? മറ്റേ ഇന്നലെ രാത്രി ഭൂമിയുടെ വടക്കേ മൂലയിലെ കല്ല് മാറ്റിയിട്ട് അയൽക്കാരനോട് അല്ലേ, എളിയിൽ കത്തിയുമായിട്ട് പോയി കുത്തി, അതാണോ വൈരാഗ്യം? അല്ല, ആ വൈരാഗ്യമല്ല. ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എന്നോട് കാട്ടേണ്ടതാണ്. നേരത്തെ പറഞ്ഞ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളോടാണ് നമുക്ക് വൈരാഗ്യം ഉണ്ടാവേണ്ടത്. നമുക്ക് ഈ ലോകത്ത് കാണുന്ന സുഖങ്ങളോടാണ് നമുക്ക് വൈരാഗ്യം ഉണ്ടാകുന്നത്. ഈ സുഖമൊന്നുമല്ല യഥാർത്ഥ സുഖം, അതിൻ്റെ അപ്പുറത്തൊരു സുഖമുണ്ട്. ആ സുഖം നൽകാനാണ് ഭഗവാൻ ശ്രീഹരി ഇവിടെ അവതരിച്ച് സാക്ഷാൽ ആ സത്യവ്രത മഹാരാജന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് മഹാരാജൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതേപോലെ നമ്മളും മനസ്സിലാക്കണമെന്നാണ് ശ്രീശുകൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വകർമ്മത്തിൻ്റെ അധീനമായിട്ടുള്ള ജീവലോകം എന്ന് പറയുന്നത് മായയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സുഖങ്ങൾക്ക് പിന്നാലെ പോവുകയാണ്. ആ സുഖേച്ഛയോടുകൂടി സുഖം ഇച്ഛിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സുഖം അനുഭവിക്കാൻ പറ്റില്ല, ദുഃഖം അനുഭവിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സുഖത്തിന് വേണ്ടി. പക്ഷേ അനുഭവിക്കുന്നത് മുഴുവൻ ദുഃഖം. എന്തുകൊണ്ടാണ്? ഈ വൈരാഗ്യം വന്നിട്ടില്ല. ഭഗവാനോടുള്ള പ്രേമം. നാരദ ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറയുന്ന പോലെ പരമപ്രേമരൂപ, പരമമായ പ്രേമം എപ്പോഴാണോ ഭഗവാനോടുണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ ഭക്തനാവുക. അപ്പോൾ നമ്മുടെ പ്രേമം 25%, അവർക്ക് 30%, ഇവർക്ക് 40%, മറ്റുള്ളവർക്ക് ഇങ്ങനെ പലർക്കും കൊടുത്ത് അവസാനം 7-8% ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഭഗവാനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, നീ തൃപ്തിപ്പെട്ടോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കയ്യിൽ 7-8% പ്രേമം കൊണ്ട് കൊടുക്കുക. അല്ല, പരമമായ പ്രേമം ആ ഭഗവാനോടാവണം. അപ്പോഴാണ് ഞാൻ ഭക്തനാവുക എന്നാ പറയുന്നത്. അപ്പൊ യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്തോറും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാൻ വലിയ യജ്ഞമൊക്കെ ചെയ്തു, ഞാൻ വലിയ കർമ്മം, വീണ്ടും ആ കുരുക്കിപ്പെടുക, വീണ്ടും കർമ്മബന്ധനത്തിലേക്ക് പോവുകയാണ്. കാരണം എന്താ? ഞാനല്ലേ ചെയ്തത്, ഞാനില്ലായിരുന്നെ കാണാമായിരുന്നു അല്ലേ. ഞാൻ വലിയ കൊടിമരം കൊണ്ട് അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെ ഒക്കെ പേരെഴുതി വെച്ചു. ആരുടെ കൊടിമരം? എൻ്റെ കുടുംബം വകയാ കേട്ടോ അല്ലേ. മാരംകുളങ്ങര അമ്മ അവിടെ എന്തെങ്കിലും വന്നിരിക്കുമോ നോക്കുമ്പോൾ എൻ്റെ വീട്ടുപേരാ, ഇത് അയാളുടെ വീട്ടുപേരല്ലേ, ഞാൻ അവിടെ കയറിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? എൻ്റേതല്ല, ഭഗവാനിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു ഭഗവാന് കൊടുക്കും അല്ലേ. നിവേദ്യമായി ഞാൻ സമർപ്പിക്കുന്നു, അത് പ്രസാദമായി ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള ആ ബോധ്യം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് യജ്ഞവും ഈ ദാനവും ഒക്കെ എന്താണ്?
അജ്ഞാനമായ അന്ധകാരത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഞാൻ ദാനം ചെയ്തു കേട്ടോ, കൊടുത്തു, സത്രത്തിന് വേണ്ടി ഞാൻ ഇത്ര കൊടുത്തു കേട്ടോ എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ കൊടുത്തതും പോയി അല്ലേ, അടുത്ത കർമ്മക്കണക്കിലേക്കുള്ളത് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ വേണ്ട, ഓരോ സങ്കല്പത്തിൽ ശ്രദ്ധിക്കണം. വിത്ത് സങ്കല്പമാണ്, അത് വാക്കായി വളരുന്നു, അത് കർമ്മമാകും, അതാണ് കർമ്മഫലം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണമെന്നാണ്. നയത് പ്രസാദായുധ ഭാഗലേശ അന്യേച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേധാ പ്രബന്ധി പുംസ തമ്മീശ്വരം ത്വാ ശരണം പ്രപദ്യേ. ആ ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലാതെ മറ്റൊന്നും ശരണം എനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ആരാണ് ആ വിവസ്വത? ശരിക്കും ആ മനു എന്ന് പറയുന്നത്, വൈവസ്വത മനു എന്ന് പറയുന്നത്, സത്യവ്രത രാജൻ എന്ന് പറയുന്നത്, രാജർഷി എന്ന് പറയുന്നത്, നിന്തിരുവടിയല്ലാതെ അന്യരെ ഭജിക്കുന്ന പുരുഷന് ഒരിക്കലും മറ്റു ദേവന്മാരും ഗുരുക്കളും ജനങ്ങളും ഒന്നായി ചേർന്ന് അനുഗ്രഹിക്കാൻ ശ്രമിച്ചാലും ഫലമില്ല. അതിനാൽ എന്ത് വേണം? സർവേശ്വരനും അല്ലെ പരമഗുരുവുമായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടായി? സത്യവ്രതരാജനുണ്ടായി അല്ലെ. എല്ലാം ഉണ്ടായിരുന്നു. സത്യവ്രതൻ ഒന്നുമില്ലാത്ത ആളായിരുന്നില്ല, ഭരതനെ പോലെയായിരുന്നു, രാജ്യം ഭരിച്ച ആളാ അല്ലെ. ഭരതൻ അങ്ങനെ എല്ലാം വലിച്ചെറിഞ്ഞു പോയ ആളാ അല്ലേ. പക്ഷെ ഭരതൻ അവസാനം കുടുങ്ങിപ്പോയി. നമ്മൾ കുടുങ്ങാതിരിക്കണം, ഭരതനാകരുത്. ഭരതനായി അവസാനം മാൻ എന്ന് പറഞ്ഞ് അവസാനം അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു. പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കേട്ടു അല്ലേ. അങ്ങനെ വീണ്ടും എല്ലാം ഉപേക്ഷിച്ച് വർണ്ണാശ്രമത്തിലേക്ക് പോയിട്ട് എൻ്റെ മാൻ എന്ന് പറഞ്ഞിട്ട് അവസാനം മാനായി ജനിക്കേണ്ടി വന്ന അവസ്ഥ. അങ്ങനെയാകരുത്. എല്ലാം ഉപേക്ഷിച്ചത് അതിനുവേണ്ടിയാകരുത്. ഭഗവാൻ, ആ കർമ്മയോഗം ഭഗവാനാണ് എല്ലാം എന്നുള്ള ആ ചിന്ത ഉണ്ടാകണം. ജക്ഷുരസ്യ യഥാഘിണീകൃത സ്തദാ ജനസ്യ വിദിഷ്യോ ബുധോ ഗുരു ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ ഹൃദോ ഗുരുർന്ന സ്വഗതിം വിദുൽസദ. എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്താണ് ഗുരുവാകാൻ? ഈശ്വരൻ തന്നെയാണ് ഗുരു തന്നെയാണ് ഈശ്വരൻ. ആ ഗുരു, പരമമായ ഗുരു ഈശ്വരനാണ്. കാരണം വഴികാട്ടുന്നവനാണ് ഈശ്വരൻ. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലനമേത അല്ലേ. അത്രമാത്രം എന്താണ്? എന്നെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നവനാണ് ഗുരു. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് എൻ്റെ ഹൃദയാകാശത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ആ മഹാജ്യോതിസ്, ജ്ഞാനത്തിൻ്റെ മഹാജ്യോതിസ് പ്രതിഷ്ഠിക്കുന്നവനാണ് ഗുരു. അത് ഈശ്വരൻ തന്നെയാണെന്ന് ഇവിടെ സത്യവ്രതൻ തിരിച്ചറിയുന്നു. നമ്മളും അത് തിരിച്ചറിയണം. ഭഗവാനു മാത്രമേ ഏതു കാലത്തും നശിക്കാത്ത ഇത്രമാത്രം സാഫല്യത്തിലേക്ക് ആത്മതത്വത്തെ ഉപദേശിക്കാൻ സാധ്യമാവും. വേറെ ആർക്കും സാധ്യം? കാരണം വേറെ ആരും ആ ആത്മാരാമനായിരിക്കുന്നില്ല. ചിലരെങ്ങനെയാണ്? നമ്മൾ രാവിലെ ഉണരുമ്പോൾ 100%, 100 ഡിഗ്രി ഉന്മേഷം. എന്ത് ചെയ്യണം അല്ലേ? ഓടി നടന്ന് ഉച്ചയായും ആകുമ്പോഴേക്ക് 50% ഡിഗ്രി കുറഞ്ഞു, 50-ലെത്തി. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തായപ്പോൾ എന്തായി? 35%. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കും, കോട്ടുവായൊക്കെ ഇട്ടിട്ട് ഒരു 15% കിടക്കാൻ പോകുമ്പോൾ 0 ഡിഗ്രിയിലേക്ക് എത്തി. ഇതാണ് നമ്മൾ അല്ലേ. അതുകൊണ്ടാണ് നമ്മളെ അച്യുതാന്ന് വിളിക്കാത്തത്. പേര് വിളിക്കും, പക്ഷെ ആരും അർത്ഥമറിഞ്ഞ് അച്യുതാന്ന് വിളിക്കില്ല. ച്യുതി വന്നുകൊണ്ടേയിരിക്കുന്നവൻ, ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നവൻ. അപ്പൊ അച്യുതൻ ഒന്നേ ഉള്ളൂ. ആ അച്യുതൻ തന്നെയാണ് ഗുരുനാഥൻ. ആ ഗുരുനാഥനെ തിരിച്ചറിയണമെന്നാണ് ഇവിടെ ആര് പറയുന്നു? സത്യവ്രതരാജൻ. ത്വം സർവലോകസ്യ സുഖപ്രിയേശ്വരോ ആത്മാ ഗുരുജ്ഞാനം അഭീഷ്ടസിദ്ധി തഥാപി ലോകേന ഭവന്തീർ ജ്ഞാനാദിസന്തം ഹൃദിബന്ധകാമ. എന്തുകൊണ്ടാണ്? സർവവും ഭഗവാനെ അല്ലെ. സർവരും ഭഗവാനെ ഭജിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ഇതറിയുന്നില്ല. കാരണം അജ്ഞാനമാണ് അല്ലെ. മോഹത്തിൽപ്പെട്ട് അവിദ്യയിൽ കുടുങ്ങി. രാമായണത്തിൽ വളരെ മനോഹരമായി ലക്ഷ്മണോപദേശത്തിലൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് അല്ലേ. മോഹത്തിൽ കുടുങ്ങുന്നതിനെക്കുറിച്ച്, അവിദ്യയെക്കുറിച്ച്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ സുഹൃത്താണ്, പ്രിയനാണ്, ഈശ്വരനാണ്, സർവാഭീഷ്ടം സാധിക്കുന്നവൻ ആ ഭഗവാനാണ്. ആ അറിവാണ് ആത്മാവായി എന്ത് ചെയ്യുന്നത്? സർവരിലും വ്യാപിച്ചിരിക്കുന്ന അറിവാണ്. ആ അറിവിനെ അറിയുക. എന്നാൽ തുച്ഛ വിഷയങ്ങളിലുള്ള ആഗ്രഹ നിമിത്തമോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ നമ്മൾ തന്നെ മറയ്ക്കുന്നു. വേറെ ആരും വന്നിട്ടല്ല മറയ്ക്കുക. നമ്മൾ തന്നെ നമ്മുടെ മായാവിലാസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ മായയിൽ. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ജഗത് മിഥ്യയാണ്, ബ്രഹ്മസത്യം. എന്നിട്ട് നമ്മൾ പിന്നെ അത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും അത് വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഈ മൂഢലോകം അതിൽ പെട്ടുപോവുകയാണ് എന്ന് പറയാം. അങ്ങ് ദേവന്മാരില് ശ്രേഷ്ഠനും ജീവിക്കാനെ അനുഗ്രഹിക്കാനായിട്ട് സമർത്ഥനായ ഈശ്വരനും അങ്ങ് മാത്രമാണ്. ശരണം പ്രാപിക്കാൻ അർഹനും അങ്ങ് മാത്രമാണ്. ഭഗവാൻ, ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ വാക്കുകളാകുന്ന ഈ ദീപപ്രഭയിൽ എൻ്റെ ഹൃദയത്തിൽ വ്യാപിച്ചിരിക്കുന്ന ദേഹാത്മാവാകുന്ന ദേഹം അല്ലേ. ദേഹമാണ് ആത്മാവെന്ന് ഞാൻ കരുതി. ദേഹമല്ല, ദേഹിയാണ്.
ആ ദേഹിയിലേക്ക് ഞാൻ എത്തുന്നില്ല. ഞാൻ കാണുന്ന ഈ ദേഹത്തെ കാണുന്നത്. അങ്ങനെ ദേഹം ആത്മാവെന്ന് കരുതി അജ്ഞാന സ്വരൂപാന്ധകാരത്തെ, ഹൃദയ ഗ്രന്ഥികളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കാനായിട്ട് സ്വന്തം പരമാത്മഭാവം എന്നെ ധരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, സ്തുതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ സ്തുതിച്ച ആ സത്യവ്രതരാജന് മത്സ്യമൂർത്തിയായി പ്രയജലത്തിൽ പ്രത്യക്ഷപ്പെട്ട, അങ്ങനെ അവിടെ വിഹരിച്ചുകൊണ്ടേയിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ പരമാത്മതത്വം ഉപദേശിച്ചു. പരമാത്മതത്വം, യഥാർത്ഥമായ വേദം. എന്താണ് വേദം? വേദമെന്ന് പറഞ്ഞാൽ അറിവ്. വേദമെന്ന് പറഞ്ഞാൽ അറിവ്. ഈ മൈക്കിലൂടെ സംസാരിച്ചാൽ ഉറക്കെ കേൾക്കാൻ പറ്റും. അതൊരു അറിവാണ്. വേദമാണോ? അല്ല. ഉച്ചയ്ക്ക് കഠിന വെയിലിൽ 3 മണി 11 മണിക്കും അല്ലെങ്കിൽ 12 മണിക്കും 3 മണിക്കും ഇടയിൽ പുറത്തിറങ്ങിയാൽ ശരീരം ചുട്ടുപൊള്ളും. അതൊക്കെ അറിവാണ്. പക്ഷെ വേദമല്ല. വേദം എന്താണ്? സംസ്കൃതത്തിൽ വിദ്ദെന്ന ധാതുവിൽ നിന്ന് രൂപപ്പെട്ട വേദത്തിന് ഏതൊരറിവറിഞ്ഞാണോ, അറിവ് അറിഞ്ഞാലാണോ ഏറ്റവും പരമമായ ആ അറിവിലേക്ക് എത്താൻ പറ്റുക, ആ അറിവാണ് വേദം. വിദ്യ, വേദം, വിദ്യാലയം, വിദ്യാഭ്യാസം, വിദ്യാർത്ഥി, അല്ലെ? എല്ലാം അറിവിന്റെ എല്ലാ പദങ്ങളും അതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഏതൊരറിവ് അറിഞ്ഞാൽ പിന്നെ കെമിസ്ട്രി പഠിക്കേണ്ട, പിന്നെ ഫിസിക്സ് പഠിക്കുക, ഇതെല്ലാം ഓരോന്ന് പഠിക്കും. കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. അപ്പൊ സർവ വേദം, സർവ അറിവ്, അറിവിന്റെ വിത്ത്, അതാണ് ഈ വേദത്തെ പറയുന്നത്. അതാണ് ഏതൊരറിവ് അറിഞ്ഞാലാണോ അക്കരയിലേക്ക് എത്താൻ പറ്റുക, ആ അറിവാണ് എന്ന് നമുക്ക് പറഞ്ഞു തരിക. ആ അറിവിനെ നഷ്ടപ്പെട്ടു. നമ്മൾ ഇടക്കാലത്ത് നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ നമ്മുടെ അറിവ് മയൂരസിംഹാസനം കൊണ്ട് ആൾക്കാർ പോയി. നമ്മുടെ ഉപനിഷത്തുകളും കൊണ്ട് പലരും വന്നു പോയി. 1498 വാസ്കോ ഡി ഗാമ വന്നു, പിന്നെ പലരും വന്നു, പലതും കൊണ്ടുപോയി. നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ഉറങ്ങിപ്പോയി. അവസാനം നോക്കിയപ്പോഴാണ് പലതും ഇല്ല. ഇവിടെ വേദം കൊണ്ടുപോയി. അറിവ്, ഏറ്റവും പരമമായ അറിവും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഹിരണ്യൻ, അല്ലേ? ആ ഹയഗ്രീവനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഹിരണ്യനും ഹിരണ്യകശിപുവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഹയഗ്രീവൻ കൊണ്ട് അസുരാധിപതിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അസുരനാണ്. എനിക്ക് വേണ്ടി മാത്രം ഈ അറിവ് മതി, എനിക്ക് മാത്രം ഈ നന്മ മതി, എനിക്ക് മാത്രം ഈ ലാഭം മതി, എനിക്ക് മാത്രം നേട്ടം മതി എന്ന് പറയുന്നവനാണ് അസുരൻ. അസുരൻ അതാ. എല്ലാവർക്കും ഇത് വേണമെന്ന് പറയുമ്പോൾ, അല്ലേ? ദൈവങ്ങൾ എങ്ങനെയാ ഇരിക്കുന്നത്? എനിക്കിതാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല. എങ്ങനെയാ ഇരിക്കുന്നത്? അഭയ വരദാനികളായിട്ട് സദാസമയവും അഭയം നൽകാനും വരം നൽകാനുമായിട്ടാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മെ നയിക്കുന്നവനാണ്, നമ്മളെ ഭരിക്കുന്നവനാണ്, നമുക്ക് വഴികാട്ടുന്നവനാണ്. തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ അറിവ് ആര് കൊണ്ടുപോയി? ഹയഗ്രീവൻ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ലോകം അന്ധകാരത്തിലാകും. അറിവാണ് പ്രകാശിപ്പിക്കുന്നത്. എന്താ ഭാരതത്തിന് ഇത്ര പ്രാധാന്യം? എന്താ ശ്രേഷ്ഠത? എന്താ? ഭാരതം ഭാസിക്കുന്നതാണ്, ജ്ഞാനത്താൽ പ്രകാശിക്കുന്നതാണ്. പ്രകാശഗോപുരമായി ലോകത്തിന് മുന്നിൽ എന്നും നിലവിളക്ക് തെളിച്ച് നിൽക്കുന്ന നാടിൻ്റെ പേരാണ് ഭാരതം. അതുപോലെ മറ്റൊരു നാടില്ല. ആ ഭാരതം, അതുകൊണ്ടാണ് ലോകത്തുനിന്ന് എല്ലാവരും നമ്മുടെ ഭാരതത്തിലേക്ക്. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രം, ജോലി കിട്ടാൻ വേണ്ടി മാത്രം പോകും അങ്ങോട്ട്. ചുറ്റിക്കറങ്ങി കാണാനും പഠിക്കാനും, എന്ത് ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി പോകാറില്ല. പഠിക്കാൻ, ഉന്നത പഠനത്തിന് ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് കാനഡയിലേക്ക് പോകുന്നു, അല്ലേ? തൊഴിലിൽ നല്ല ശമ്പളം കിട്ടുന്നതുകൊണ്ട് അമേരിക്കയിൽ പോകുന്നു. അവരെല്ലാം അത് അവിടെ പള്ളികളെല്ലാം പൂട്ടി, മറ്റു പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ട് അവരെങ്ങോട്ട് വരുന്നു? ഭാരതത്തിലേക്ക് വരുന്നു. സീതയുടെ നാട്ടിലേക്ക്, ശ്രീരാമേന്ദ്രന്റെ നാട്ടിലേക്ക്, രാമായണത്തിന്റെ നാട്ടിലേക്ക്, മഹാഭാരതത്തിന്റെയും 18 പുരാണങ്ങളുടെയും ശ്രീമദ് ഭഗവത്ഗീതയുടെ നാട്ടിലേക്ക് അവരെന്തിനാ വരുന്നത്? എല്ലാം നേടി. കോടികളുണ്ട്, ബാങ്കിൽ കോടികളുണ്ട്. പക്ഷെ ആ ഒരു കോടിയും ശാന്തി നൽകുന്നില്ല. അവസാനം നമ്മളെയൊക്കെ പൊതച്ചു കൊണ്ടുപോകുന്ന ഒരു കോടിയുണ്ടല്ലോ, ആ കോടിമുണ്ടിൽ തീരുന്നു എല്ലാം. അതുകൊണ്ട് ശാന്തി വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ, സമാധാനത്തിൻ്റെ നാടായ ഈ ഭാരതത്തിലേക്ക് വരണം. ഇവിടെ ഈ സത്യവ്രത മഹാരാജൻ നമുക്ക് നൽകുന്ന വലിയ പാഠമെന്ന് പറയുന്നത് എന്താണ്? അത് തീർച്ചയായും അറിവിലൂടെ ഉയരണം. അതോടൊപ്പം തന്നെ ഭഗവാനെ തിരിച്ചറിയണം. മാതാ, പിതാ, ഗുരു, ദൈവം. ഗുരുവിലൂടെയാണ് ഈശ്വരനിലേക്ക് എത്താൻ പറ്റുക. ഈശ്വരൻ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ഗുരു തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയണം. ഗുരു തന്നെയാണ് ഈശ്വരൻ. ആ ശ്രേഷ്ഠമായ ഗുരു. അങ്ങനെ ഒരുപാട് ഗുരുപരമ്പരകൾ, അല്ലേ? വേദവ്യാസ മഹർഷി മുതൽ ഇങ്ങോട്ട് പറയാൻ പോയാൽ ആദ്യ ശങ്കരാചാര്യന്, നമുക്ക് എത്ര ഗുരുക്കന്മാർ, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും, അല്ലെ? അങ്ങനെ എത്ര ആചാര്യന്മാർ. സ്വാമി ചിന്മയാനന്ദനെ പോലെ ശ്രീമദ് ഭഗവത്ഗീത ലോകത്തെമ്പാടും പകർന്നു കൊടുത്ത്, അങ്ങനെ പറയാൻ എത്ര ആചാര്യന്മാർ. ഒരു ഗ്രന്ഥമല്ല, 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കണം, അല്ലേ? ഇന്നിപ്പോ എന്താണ് ഏറ്റവും വലിയ ചർച്ച? എന്താണ്? ലഹരിയാണ്. ഏത് ലഹരിയാണ്?
കുത്തിവെക്കുന്ന ലഹരി, രാസപദാർത്ഥങ്ങൾ നിറഞ്ഞ ലഹരി. എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ 18ഉം 19ഉം വയസ്സുള്ള കുട്ടികൾ ഈ ലഹരിക്ക് അടിമയായി പോകുന്നു? ഈ ബാംഗ്ലൂരിലും മറ്റും ബിടെക്കിനൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഇതിന് അടിമയാകുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് ആധ്യാത്മികത പടിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യാനാമം ചൊല്ലാൻ നമുക്ക് സമയമില്ല, സീരിയലാണ് ആ സമയം, അല്ലേ? സന്ധ്യാനാമം ചൊല്ലാത്ത, സന്ധ്യാവിളക്ക് തെളിക്കാത്ത, ഭാഗവതം പാരായണം ചെയ്യാത്ത ഒക്കെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത കയ്യിലെടുത്ത ഒരു കുട്ടിയും ഒരിക്കലും ഇത്തരം ലഹരിക്ക് അടിമയാവില്ല. അവൻ ശ്രീമദ് ഭഗവത്ഗീതയെ ലഹരിയാക്കും. അതുപോലെ നമുക്ക് ഈ കലവൂരിലാണെങ്കിൽ പോലും ഇതൊരു ഭാഗവത ഗ്രാമമായി മാറട്ടെ. ഈ സത്രത്തിന് ശേഷം ഇതൊരു ഭാഗവത ഗ്രാമമാവട്ടെ, നമ്മുടെ ലഹരി ഭാഗവത ലഹരിയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ എനിക്ക് ഒരിക്കൽ കൂടി കഴിഞ്ഞ തവണ ഗുരുവായൂരിൽ പെരുന്തട്ട മഹാദേവ ക്ഷേത്ര സന്നിധിയിലായിരുന്നു ആദ്യത്തെ സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നാട്ടിൽ നടന്ന, ആലപ്പുഴക്കാരൻ എനിക്ക് ഈ നാട്ടിൽ നടന്ന സത്രവേദിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ സത്രഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും ആരംകുളങ്ങരയിലെ ആ വലിയ ഒരു വലിയൊരു സൈന്യമുണ്ട്, ഇതെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കിയ ആ സൈന്യത്തിന് ഇവിടെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.